അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വരുന്നത് എന്ന് വെച്ചാൽ ഈ ഗ്യാസൊക്കെ സെറ്റ് ചെയ്യണേ. ഇതാണ് ഡൈനിങ്. അപ്പുറത്ത് ആ ചുവരിന് അപ്പുറത്ത് വരുന്നത് വർക്ക് ഏരിയയാണേ. ഞങ്ങളുടെ ഈ ബിൽഡിങ് ഇത്രയും ബിൽഡിങ് വന്നിട്ട് പഴയതാണ്, ചെളിക്കെട്ടുണ്ടല്ലോ, അതാണ് സംഭവം. ഇതിൻ്റെ അപ്പുറത്തോട്ട് സൈഡുള്ളത് അത്രയും ബെഡ്റൂം, ഹാള്, സിറ്റ് ഔട്ട്, ഇത് ഇത്രയും വന്നിട്ട് പുതിയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ വരുന്നത്. പിന്നെ ഈ സംഭവം ഇവിടെ ഇരിക്കുന്ന സ്ലാബല്ലേ, ഡെസ്ക്കാണ്. ഡെസ്കിലാണ് ഞങ്ങളിതെല്ലാം വച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ വന്നിട്ടും ഡൈനിങ് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സൗകര്യക്കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ ഒരു കുഞ്ഞി കിച്ചൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹസ്ബൻഡിന് പനി, തലവേദനയും മൂക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്, ജലദോഷവും എല്ലാം കൂടെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴിക്കാനേ വയ്യ, തലവെക്കാനേ വയ്യാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞു, ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ആളൊന്ന് കഴിച്ച് ഒരല്പം ഇതായത്, മരുന്നൊക്കെ കഴിച്ച്. ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ്. കഴിക്കേണ്ടി വല്ലതും കഴിച്ചാലല്ലേ പറ്റൂ. അതുകൊണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് മോളെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. നാളെ സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഒന്ന് ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞ് അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇനി വരുമ്പോൾ കാണാം എങ്ങനെ ഏത് കോലത്തൊക്കെ രണ്ടുപേരും വരണം എന്നുള്ളത്. ഇനി അവർ വരട്ടെ, വന്നാലേ എനിക്ക് നേരത്തെ കുക്കിങ്ങിനുള്ള സാധനം കിട്ടത്തുള്ളൂ. എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വരണമെന്ന് എനിക്ക് അറിഞ്ഞില്ല, നോക്കട്ടെ. ഇവിടെ വേറെ ആരുമില്ല, ഹസ്ബൻഡ്, അമ്മ, പപ്പ എല്ലാം അവർ ഇവിടെ പുറത്ത് വരികയാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഒന്ന് ഒരു 3 മണി ടൈമൊക്കെ അവർ പുറത്ത് വരികയാണ്. അതാണ് ഇവിടെ ഒരാളനൊക്കെ ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് പശുവിൻ്റെയും കോഴിയുടേതും ഇങ്ങനെ കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓള് വന്നു എടുക്ക്. നാളെ സ്കൂൾ റീ ഓപ്പണിംഗ് അല്ലേ, അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരു ദിവസം തന്നെ വന്ന് ഹെയർ കട്ടിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ മോള് ഉൾപ്പെടെ. ബാർബർ ഷോപ്പിൽ പോയപ്പോൾ വെളിയിലും അകത്തും ഫുൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. ഒരു കുഞ്ഞിറങ്ങും, അടുത്തത് കയറും, അങ്ങനെ അവസ്ഥയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് തിരക്ക് കഴിയുമ്പോൾ വിളിക്കാമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവർ തിരിച്ച് വീട്ടിൽ വന്നു. ഇന്ന് ഞങ്ങൾ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നടക്കുകയല്ലേ കടലിൽ. ഈ വീണ കണ്ടെയ്നറുകളിലെല്ലാം കുറേ കെമിക്കൽസ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മീനൊന്നും വാങ്ങാറില്ല, ചിക്കനാണ് വാങ്ങാറുള്ളത്. എപ്പോഴും ചിക്കൻ ഒന്നുമല്ല, ഇടയ്ക്ക് ചിക്കൻ കഴിക്കും, പിന്നെ മുട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ചിക്കൻ ഐറ്റംസിൽ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുമ്പോൾ ഈ ചിക്കൻ അവിക്കത്തില്ലേ, ആ ഒരു ഐറ്റമാണ്. ബാക്കി വന്ന ചിക്കൻ വന്നിട്ട് ഞാൻ കുറച്ച് ഫ്രൈക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പപ്പയും അമ്മയൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. ചർച്ചിൽ ഫുഡുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള കാര്യം മാത്രമേ നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടൊന്ന് കുറച്ചാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുക്കറിലിട്ട് എല്ലാ സംഭവവും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉപ്പും അതെനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, വീഡിയോ മിസ്സായിപ്പോയേ. പിന്നെ ഇതിൻ്റെ കൂടെ ആയിട്ട് കപ്പ അവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടെ ഇങ്ങനെ സെർവ് ചെയ്യുക. കുറച്ച് കപ്പ എടുക്കുക, ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ വെച്ചാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ ചോറ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും കുറച്ച് ആഹാരം അത് മതി. അല്ലാതെ ഇന്നത് തന്നെ വേണം എന്നങ്ങനെ നിർബന്ധം ഒന്നും എനിക്കുമില്ല, എൻ്റെ ഹസ്ബൻഡിനും ഇല്ല. എനിക്ക് ഈ ചിക്കനും കപ്പയൊക്കെ ഇല്ലേ, കപ്പയാണെങ്കിൽ എനിക്ക് ചൂട് മാറുന്നതിന് മുമ്പ് കഴിക്കണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മോളെ ഹെയർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് വന്നിട്ട് കുറച്ച് കയറിപ്പോയി, അത് വലിയ പണിയാണ്. ഇതെന്ന് വെച്ചാൽ ഫ്രണ്ട് വന്നിട്ട് ഒരു വൃത്തിയുടെ എനിക്ക് തോന്നിട്ടുണ്ട്. ഹെയർ ഞാൻ പറഞ്ഞ ലെവലിലാണ് അവർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ മോള് ചരിഞ്ഞു കൊടുത്തു, അപ്പോൾ അതനുസരിച്ച് ഒന്ന് കയറിപ്പോയി. പിന്നെ ആ ലെവലിൽ അവർ വെട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കപ്പയും ചിക്കനും വേവിച്ച് വെച്ചപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. മണത്ത് വന്നതാണോ എന്തോ എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ അവരുമായിട്ടിരുന്ന് അത് കപ്പയും കഴിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞ് ചായയും പലഹാരവും കൂടെ കഴിക്കാനേ. നീ പോവും, നീ പോയില്ല, നീ പോവും. ആര് കൊണ്ടാക്കണം, കുഞ്ഞെ കൊണ്ടാക്കണം, നീ പോവും. അവളെ ബാഗ് എടുത്താ ഞാൻ നാളെ കൊണ്ടാക്കണം, ഒരുക്കി എടുത്തോണ്ട് പോകാം. എൻ്റെ മോൾക്ക് സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അവൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും കൂടെ അവളെ ഇട്ട് ചുമ്മാ ടോർച്ചർ ചെയ്യും പോലെ ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂളിൽ പോകാതിരിക്കാനായിട്ട് കുഞ്ഞെ സോപ്പിടെയാണ്. ഞാൻ കുഞ്ഞയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത്. ഞങ്ങൾ വിടുമെന്ന് ഉറപ്പായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒന്ന് സോപ്പിടെയാണ്, ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അവർക്കൊന്ന് ലുലു മാൾ വരെ പോകണം, ഒന്ന് കൂട്ട് പോകുമോ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം അവരുടെ മോൻ്റെ കണ്ണാടി വന്നിട്ട് പൊട്ടി. അത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ലുലുവിലുള്ള ലെങ്സ് ആൻഡ് ഫ്രെയിംസിലെന്നാണ്. അപ്പോൾ അവിടെ അത് ചോദിക്കാനായിട്ടാണ് ഈ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 1 വർഷമായിട്ടില്ലല്ലോ അവൻ എടുത്തിട്ടേ. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്.
പണിപാളി, അത് പൊട്ടിയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇനി പുതിയത് വാങ്ങണം, അതിന് പിന്നീടാകാമെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് വീണ്ടും നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. അടുത്ത് ഇവിടെ വന്നിട്ട് ഇനി എന്ത് വാങ്ങണം എന്നുള്ള ചർച്ചയിലാണ്. ചേച്ചിക്ക് ഹസ്ബൻഡിനും ആണെങ്കിൽ വന്നിട്ട് KFC ആണ് കഴിക്കാൻ താല്പര്യമുള്ളത്. പിന്നെ നേരെ KFCയിലോട്ടാണ് ഈ പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനി ഇതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ള അതേ ഐറ്റം തന്നെ പാഴ്സലുമായിട്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം വലിയ മക്കളുണ്ടല്ലോ, അവരുടെ മക്കൾക്ക് എൻ്റെ മോക്ക് പിന്നെ അമ്മയ്ക്കൊക്കെ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് കോംബോ ആണ്. ഒരു ബോക്സിൽ വന്നിട്ട് നല്ല വലിയ 8 പീസ്, പിന്നെ ഒരു ബോക്സിൽ വന്നിട്ട് ഈ ലെഗ് പീസ് ഉണ്ടല്ലോ, അതും ഒരു കുറച്ച് പീസും ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി കഴിച്ചു. ഇനി നേരെ ഹൈപ്പറിലോട്ടാണ് ഞങ്ങൾ വിട്ടിട്ടുള്ളത്. കുറച്ച് ഐറ്റംസ് ഓഫറിനുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് എടുക്കാമോ എന്നുള്ള നോക്കിയാണ് ഈ പോകുന്നത്. ഹൈപ്പറിലത് ഞങ്ങൾ അങ്ങനെ അധികം ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസ് ഐറ്റംസ് എല്ലാം അവരാണ് വാങ്ങിയിട്ടുള്ളത്. ഈ വിശപ്പ് എന്ന് പറയുന്ന സംഭവം ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. അടുത്ത് വീണ്ടും ഫുഡ് അടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഏതോ ഒരു പുതിയ ഹോട്ടലാണ്. ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഇവർ കയറിയിട്ടുണ്ട്, ചേച്ചിയൊക്കെ അവർ കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ കൂടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. KFC കഴിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ അധികം ഹെവി ആയിട്ടുള്ള ആഹാരം ഒന്നും ഇറങ്ങൂല, ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ആഹാരമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡിന് വയ്യാത്തത് കൊണ്ട് തന്നെ KFC അങ്ങനെ അധികമായിട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് ലൈറ്റായിട്ടൊരു ഫ്രൈഡ് റൈസ് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇവരിവിടെ മുമ്പ് വന്ന് കഴിച്ചിട്ടുള്ള കഥ പറഞ്ഞു തരണയാണ്, ആഹാരം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കേട്ടോണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്ത പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഡിൽസ് കഴിക്കും പോലെയാണ് കഴിക്കുന്നത്. ഇതിലൊന്ന് വലിയ കഷ്ണം വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നോർമൽ ഷാർജ, പിന്നെ ചേച്ചി ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് ജ്യൂസും ആണ്. ഇത് മാർബിൾ ടെക്സ്ചറിലാണ് ഇവിടുത്തെ ഷാർജ റെഡിയാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.